അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഉപകാരപ്രദമായ ഒരു അറിവിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കും. നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ടവരിൽ അവരുടെ ജോലിയിൽ, അതായത് ശമ്പളം കുറവാണ്, അതുപോലെ അവിടെ ജോലിയിൽ കയറ്റം കിട്ടാൻ, അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയ ഉപകരിക്കുന്ന, ഒരുപാട് ആളുകൾക്ക് ഉപകരിച്ച അതിമഹത്തായ ഒരു ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകട്ടെ. അള്ളാഹു അവർക്കുള്ള ശമ്പളത്തിൽ വലിയ വർധനവ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്, ജോലിയില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരൊക്കെ, എന്തെങ്കിലും അതിന് ദിക്റുണ്ടോ എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവരിലേക്കൊന്ന് എത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. കാരണം പലരും ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും മറുപടി പറയുന്നതിനേക്കാൾ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരിലേക്ക് എത്തുമല്ലോ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കൾ, അതുപോലെ ഭർത്താക്കന്മാർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ അവരുടെ ബിസിനസ്സിലൊക്കെ വലിയ സാമ്പത്തികമായ നഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു അറിവിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് ശമ്പളത്തിന് നല്ല വർധനവ് കിട്ടാൻ വേണ്ടി നാം പറയേണ്ട പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ച ഒരു സൂറത്ത്. ഈ സൂറത്തിൻ്റെ പേര് തൗബ എന്നാണ്. ഇതിൻ്റെ അവസാനത്തൊരായത്താണ്. ഈ സൂറത്ത് ഓതുമ്പോൾ വളരെ ഇഖ്ലാസോടു കൂടി, പ്രത്യേകിച്ച് ബിസ്മി പറയാതെ ഔദ് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇത് ഓതേണ്ടത്. സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്ത് നമുക്കൊക്കെ മനഃപ്പാഠം അറിയുന്ന ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അലീം എന്നുള്ള ഈ ആയത്ത്, 129-ാമത്തെ ഈ ആയത്ത് 41 തവണ എൻ്റെ പ്രിയപ്പെട്ടവരെ നിരന്തരമായി നാം ഇത് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ശമ്പളത്തിൽ വലിയ വർധന ഉണ്ടാകും. തീർച്ചയാണ്. കാരണം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം. കാരണം പണ്ഡിതന്മാരൊക്കെ പറയുന്ന കാര്യം ഒരിക്കലും തമാശക്ക് പോലും കളവ് പറയാത്തവരാണ്. അവർ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഇത് ധാരാളമായി പറയാം. 41 തവണ ധാരാളം ദിവസങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ശമ്പളത്തിൽ വർധനവ് കിട്ടുന്നത് വരെ, നമുക്കൊരു വലിയ നാം ഉദ്ദേശിക്കുന്ന ആ ഒരു പരിഹാരം കിട്ടുന്നത് വരെ ഇത് ചൊല്ലണം. തീർച്ചയായും പരിഹാരം ഉറപ്പാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സങ്കടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർക്ക് എല്ലാവർക്കും അല്ലാഹു വലിയ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ളത് 129 തവണ ചൊല്ലണം. ഈ ആയത്ത് ഓതി 41 തവണ ഓതുക. അതിൻ്റെ ശേഷം യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ളത് 129 തവണ ചൊല്ലുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷം എന്ന് പറയുന്നത്, നമുക്കിത് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിനടുക്കൽ വലിയ പ്രതിഫലമാണ്. ഒരു ഹർഫിന് 10 ഹസനത്തുണ്ട് എന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതോടൊപ്പം നമ്മുടെ കാര്യങ്ങളും സഫലമായി കിട്ടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തിനിത് നാം പാഴാക്കണം? നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മഹത്തായ ഒരു ഉപകാരപ്രദമായ ഒരു അറിവാണിത്. തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ യാ ലത്തീഫ് യാ അല്ലാഹ് 129 തവണ ചൊല്ല. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്ക്. തീർച്ചയായും അള്ളാഹു പരിഹാരം കാണും, ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണട്ടെ. മറ്റൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പോ അല്ലെങ്കിൽ സുബഹി സുന്നത്തിൻ്റെ ഇടയിൽ ചൊല്ലേണ്ടതാണ്, ഇല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലേണ്ടതാണ്. പ്രത്യേകിച്ച് സുബഹി നിസ്കാരം എന്നുള്ളത് ഖളാക്കാതെ കണ്ട് നിസ്കരിക്കണം. പള്ളിയിൽ പോയി, പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി ഇമാം ജമാഅത്തായി നിസ്കരിക്കുക, സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുക, അതായ സമയത്ത് തന്നെ നിസ്കരിക്കുക. അതാൻ്റെ സമയത്താണ് ഇത് ചൊല്ലേണ്ടത്. എപ്പോഴെങ്കിലും സുബഹി നിസ്കരിക്കുന്നവർ, ചില ആളുകളൊക്കെ പള്ളിയിൽ വന്നിട്ട് ളുഹറിൻ്റെ സമയത്ത് വന്നിട്ട് ഇങ്ങനെ കൈപിടിച്ച് കുനൂത്ത് ഓതുന്നവരൊക്കെ ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ഖളാക്കുണ്ട്. സുബഹി നിസ്കാരം അതാ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലേണ്ട ഒരു തസ്ബീഹാണ്. ഇത് ചൊല്ലി എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയും. തീർച്ചയായും ഒരു 100 തവണ, ഒരു 7 ദിവസം പറയാം. വളരെ എളുപ്പമാണ് പറയാൻ. ഒരു 7 ദിവസം എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഈ ഒരു ദിക്ർ നാം ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ജോലിയിൽ വലിയ കയറ്റം നമുക്ക് കിട്ടും. നമ്മുടെ ബിസിനസ്സിൽ ഇങ്ങനെ നാം അറിയാതെ കണ്ട് അത് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. എല്ലാം കൊണ്ടുപോകുന്നത് അള്ളാഹുവാണ്. അള്ളാഹ്ക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉയർന്ന നിലയിലായിരിക്കും നമ്മുടെ എല്ലാ കച്ചവടങ്ങൾ, നമ്മുടെ എന്തൊക്കെ
നമ്മുടെ കൃഷിയാണെങ്കിൽ ആ കൃഷിയിലും, നമ്മുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിലേക്ക് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഒരു ഇടപെടൽ തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. ഒരു 7 ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചൊല്ലാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് സുബഹി നിസ്കാരം എൻ്റെ ഇമാം ജമാഅത്തേക്ക് പള്ളിയിൽ നടക്കുമ്പോൾ 6 മണി വരെ ആകുന്നുണ്ട്. കാരണം ബാങ്ക് വളരെ വൈകിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവർ സുബഹി നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ. ആ ഒരു സമയത്ത് എണിച്ച് തീർച്ചയായും നാം നമ്മുടെ ജോലിയിലൊക്കെ ഏർപ്പെടുന്നത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ സുബഹി നിസ്കരിക്കാതെ കണ്ട് ഉച്ചവരെ ഉറങ്ങി പിന്നെ കച്ചവടത്തിൽ പോകുന്നവരൊക്കെ ഉണ്ട്. തീർച്ചയായും ആ കച്ചവടത്തിൽ വലിയ ബർക്കത്തുണ്ടാവില്ല, ഉറപ്പാണ്. നമ്മുടെ എന്ത് കാര്യം സുബഹിക്കത് തുടക്കം കുറിക്കണം, എന്നാലേ അതിൽ വലിയൊരു ബർക്കത്തുണ്ടാകുന്നത്. എന്നാൽ ഈ ദിക്റും നാം ചൊല്ലിക്കൊണ്ട് ഈ തസ്ബീഹും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ തുടക്കമാണെങ്കിൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വലിയ വിജയം നൽകും. എല്ലാത്തിലും വിജയം നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള, അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടുള്ള, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടുള്ള ഈ അതിമഹത്തായ ദിക്ർ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ഉപകരിക്കും. ഇത് 100 തവണ നമുക്കൊക്കെ മനഃപ്പാഠം അറിയുന്ന, എല്ലാവർക്കും മനഃപ്പാഠം അറിയുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. അത്രയേ ഉള്ളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു 100 തവണ പറയുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പ്രയാസം അനുഭവിക്കുന്നവർ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി ശരിയായ അവർ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാതെ, അവർ പല ഇടങ്ങളിലേക്ക് പോയി അവർ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാതെ മടങ്ങി വരുന്നവരൊക്കെ ഉണ്ട്. മടങ്ങി വരണ്ട, ഇവിടെ ഇരുന്ന് ഇത് ചൊല്ലി നോക്കൂ. തീർച്ചയായും അള്ളാഹു ഇവിടെ ഒരു പരിഹാരം തീർച്ചയായും കാണും. ഒരുപാട് ചെറുപ്പക്കാരൊക്കെ പറയുന്നു, ഉസ്താദ് ഞാൻ ബാംഗ്ലൂരിൽ വേണം, ഇപ്പോൾ ഗൾഫിലേക്ക് എത്തി ഉസ്താദെ, വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഇവിടെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഉയർന്ന ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് ചൊല്ലി നോക്ക്, ഇത് ചൊല്ലി ദുആ ചെയ്ത് നോക്ക്. അള്ളാഹു നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ്. എന്തു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ധരിച്ചിരിക്കുന്ന ഒരു ചെറുപ്പിൻ്റെ ബാർ അത് പൊട്ടിപ്പോയാലും നാം പറയേണ്ടത് മനുഷ്യരോടല്ല, അള്ളാഹുവിനോടാണ്. നമ്മുടെ സങ്കടങ്ങൾ പറയാൻ നമുക്കെൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്കിരിക്കുമ്പോൾ നാം എന്തിന് ഭയപ്പെടേണ്ടതുണ്ട്? ഒരു കരങ്ങൾ ഉയർത്താൻ ആരോടും പറയേണ്ട, നിൻ്റെ സങ്കടം അള്ളാഹുവിനോട് പറയും. ചില ആളുകളുണ്ട് എല്ലാ ജനങ്ങളോടും പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് അവസാനമാണ് ഒരു ഗതിയും ഇല്ലാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്. കാരണം അത്രയും അള്ളാഹുവിനെ ദൂരത്തായി കാണുന്നവർ. അങ്ങനെയല്ലല്ലോ. നമ്മുടെ എന്ത് പ്രശ്നം വരുമ്പോൾ ആദ്യം അള്ളാഹുവിനോട് ആ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കുക. എന്നാൽ അതിന് പരിഹാരം നൽകും. കാരണം എല്ലാം ഇവിടെ പരിഹാരം നൽകുന്നവനും പരിഹാരം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണല്ലോ. അള്ളാഹു ആണ് കുല്ലു ഷൈഇൻ ഖദീർ, എല്ലാത്തിൻ്റെ മേലെ കഴിവുള്ളവൻ, എല്ലാം സാധിപ്പിച്ചു തരാൻ സാധിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിന് അള്ളാഹു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും. അള്ളാഹുവെ ഒരുപാട് ആളുകൾ പലവിധ ദ്വാ കൊണ്ട് പ്രാർത്ഥിച്ചവർ, സംഭാവന നൽകിയവർ, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും പരിഹാരവും സന്തോഷവും റാഹത്തും നല്ലൊരു ജീവിതവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള നല്ലൊരു മരണം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.